പൊന്നാനിയിലെ വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മാണ കേസിൽ പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി തരണമെന്നറിയിച്ച് 25 ലക്ഷം രൂപ തട്ടിയെടുത്ത 2 പേർ അറസ്റ്റിൽ. ഡിവൈഎസ്പിയുടെ ശബ്ദ സന്ദേശമെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് പ്രതികളുടെ ബന്ധുക്കളിൽ നിന്ന് തട്ടിപ്പ് സംഘം പണം കൈക്കലാക്കിയത്. സംസ്ഥാനത്തിന് പുറത്തുള്ള സർവകലാശാലകളുടെ വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്ത ഇർഷാദിനെയും രാഹുലിനെയും കേസിൽ നിന്ന് ഒഴിവാക്കാമെന്ന് ബന്ധുക്കളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് പണം തട്ടൽ നടന്നത്. കുടുംബാംഗങ്ങളെ നവാസ്, കമറുദ്ദീൻ എന്നിവർ ഭീഷണിപ്പെടുത്തി പണം ആവശ്യപ്പെട്ടെന്നാണ് പരാതി. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി തങ്ങൾക്ക് ബന്ധമുണ്ടെന്നും 25 ലക്ഷം രൂപ തന്നാൽ പ്രതികളെ കേസിൽ നിന്ന് രക്ഷിക്കാമെന്നും ഇരുവരും കുടുംബാംഗങ്ങളെ വിശ്വസിപ്പിച്ചു. ഇർഷാദിന്റെയും രാഹുലിന്റെയും കുടുംബാംഗങ്ങൾ സ്വർണ്ണാഭരണം പണയം വെച്ച് 25 ലക്ഷം രൂപ നവാസിനും കമറുദ്ദീനും കൈമാറി. 20 ലക്ഷം രൂപ ബാങ്ക് അക്കൗണ്ട് വഴിയും 5 ലക്ഷം രൂപ പണമായുമാണ് ബന്ധുക്കൾ നവാസിനും കമറുദ്ദീനും നൽകിയത്. എന്നാൽ വ്യാജ സർട്ടിഫിക്കറ്റ് കേസിൽ പ്രതികൾക്ക് ജാമ്യം ലഭിക്കാതായതോടെ തട്ടിപ്പുകാർ കുടുംബാംഗങ്ങളെ വീണ്ടും ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ചു. പോലീസിനെ സമീപിച്ചതോടെയാണ് തട്ടിപ്പിനിരയായ വിവരം ബന്ധുക്കൾ തിരിച്ചറിയുന്നത്. കുടുംബാംഗങ്ങൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നവാസ്, കമറുദ്ദീൻ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരെ സഹായിച്ചിരുന്ന ബാബു എന്ന ഷാജിദ് നിലവിൽ മറ്റൊരു കേസിൽ റിമാൻഡിലാണ്. അപ്പോൾ അവർ ക്യാഷ് വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ ശരിയാണ്. അപ്പോൾ നടക്കാനോ തിരിച്ചു കൊടുക്കാനൊക്കെ പറഞ്ഞെങ്കിൽ ഇതുവരെ കൊടുക്കാൻ പറ്റില്ല. അവരുടെ ആ ക്യാഷ് എല്ലാം പല രീതിയിൽ ചെലവഴിച്ചു പോയതാണ്. പിന്നെ ഇവർക്ക് വിശ്വസിപ്പിക്കുന്നതിന് വേണ്ടി DYSP തൃശ്ശൂർ, നമ്മുടെ തിരൂർ DSP എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വോയിസ് ഇവർക്ക് അയച്ചു കൊടുത്തു. അതിൽ പറയുന്നത് എല്ലാം ഞാൻ നോക്കിക്കൊള്ളാം എന്നുള്ള രീതിയിൽ ഒരാൾ പറയുന്ന ഒരു വോയിസാണ് അയച്ചു കൊടുത്തിരിക്കുന്നത്. ആ വോയിസിൽ പറയുന്നുണ്ട്, നിങ്ങൾ ചെയ്യാനുള്ളത് ചെയ്യൂ, വെക്കണം, ഞങ്ങൾ നോക്കിക്കൊള്ളാം, ആടിനെ പട്ടിയാക്കാനും പട്ടിയെ ആടാക്കാനും ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞൊരു വോയിസ് അയച്ചു കൊടുത്തിട്ടുണ്ട്. സോഡാ ബാബു എന്ന് വിളിക്കുന്ന ഒരാളാണ് ഇവർക്ക് അയച്ചു കൊടുത്തത്. അയാളാണ് ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞെന്നാണ് ഇപ്പോഴത്തെ ഈ 2 പ്രതികൾ പറയുന്നത്. ന്യൂസ് മലയാളം, മലപ്പുറം.